തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? നമ്മുടെ പത്മനാഭസ്വാമി. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇതിന്റെ ഇതിഹാസം അനന്തശയനമായ മഹാവിഷ്ണുവിന്റെ ഈ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യ കഥ, എനിക്കറിയാവുന്നൊരു കഥ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഇതിന്റെ ഇതിഹാസം അനന്തശയനമായ മഹാവിഷ്ണുവിന്റെ അദ്ദേഹത്തിന്റെ ഭക്തനായ ദിവാകരൻ മുനിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു കാലത്ത് ദിവാകരൻ മുനി ഭഗവാൻ വിഷ്ണുവിനെ അതീവ ഭക്തിയോടെ ആരാധിച്ചു വരികയായിരുന്നു. ഒരു ദിവസം വിഷ്ണു ഒരു ബാലനായി പ്രത്യക്ഷപ്പെട്ടു. ആ ബാലൻ മുനിയെ പരീക്ഷിക്കാനായി ചില കളികളൊക്കെ നടത്തി. അതിൽ കോപിതനായ മുനി ബാലനെ അടിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ബാലൻ അപ്രത്യക്ഷനായി കളഞ്ഞു. അനന്തം വരെ എന്നെ പിന്തുടരൂ എന്ന് ഈ ബാലൻ പറഞ്ഞു. അവിടെ നീ എന്നെ കാണുമെന്ന് പറഞ്ഞു. ആ ബാലനെ പിന്തുടർന്ന് അനന്തക്കാട് വരെ എത്തി. അവിടെ എത്തിയപ്പോൾ ആ ബാലൻ മഹാവിഷ്ണുവിന്റെ അനന്തശയന രൂപം ധരിച്ച് അനന്തപാദത്തിൽ ശയിച്ചിരിക്കുകയാണ്. ആ ദിവ്യരൂപം കണ്ട മുനി വിസ്മയഭരിതനായി പ്രാർത്ഥിച്ചു, പ്രഭു ഈ ഭൂമിയിൽ ഉണ്ടാകണം, എല്ലാവർക്കും ദർശനം ലഭിക്കട്ടെ. അപ്പോൾ ഭഗവാൻ അനന്തശയനമായ ശിലാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതായത് നമ്മുടെ സ്വന്തം ശ്രീപത്മനാഭ സ്വാമിയായി വന്നിട്ട് ഇന്നും ആ ദിവ്യരൂപം 3 കവാടത്തിലൂടെ നമുക്ക് സൃഷ്ടിക്കാം. തല, നടുവ്, കാല് എന്നിങ്ങനെ. ഭക്തർ വിശ്വസിക്കുന്നത് ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ അനന്താശ്രയമായ ദിവ്യസ്ഥലം എന്നാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം തിരുവനന്തപുരത്തെ സംരക്ഷിക്കുമെന്നാണ്. ആണ് ശരിക്കും നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പുരാണ കഥ.